ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവസാനം 10ാമത്തെ ദിവസത്തിൽ നാം എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കും. അന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ഫിഖ്ഹി കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ധാരാളം വിധിവിലക്കുകൾ നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഹിയ്യത്ത് എന്നുള്ളത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു പറഞ്ഞു, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശഅഇരില്ലാഹ്. നിങ്ങൾ ഉദ്ഹിയ്യത്ത് സമർപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ഉദ്ഹിയ്യത്ത് അറക്കുകയാണെങ്കിൽ അത് ദീനിന്റെ വലിയൊരു ചിഹ്നമാണ്. ഉദ്ഹിയ്യത്ത് അറക്കുമ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, 3 ഇനങ്ങളിൽ നിന്ന് മാത്രമാണ് ഉദ്ഹിയ്യത്ത് ശർഅ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നാമത്തേത് ഒട്ടകമാണ്, രണ്ടാമത്തേത് ആടാണ്, മൂന്നാമത്തേത് പശു, അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് പോത്ത്. ഈ 3 ഇനങ്ങളിൽ മാത്രമാണ് ഉദ്ഹിയ്യത്ത് അനുവദിക്കപ്പെടുക. അതല്ലാത്ത ഒരു ഇനത്തിൽ നിന്നും ഉദ്ഹിയ്യത്ത് പാടില്ല. അത് ഇസ്ലാം വിലക്കിയതാണ്. രണ്ടാമത്തേത് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്ത് അറക്കുന്നവർ ശ്രദ്ധിക്കുക. ഇന്ന് ചില ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ശരീഅത്ത് ഒരു വയസ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വയസ്സിൽ മാത്രമാണ് ഉദ്ഹിയ്യത്ത് അനുവദിക്കപ്പെടുക. അതല്ലാതെ ഉദ്ഹിയ്യത്ത് ശരിയല്ല എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ബഹു ഇല്ലാ മുസിന്ന. നിങ്ങൾ മുസിന്നയെ മാത്രം ഉദ്ഹിയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. പോത്താണെങ്കിൽ ഏകദേശം 2 വർഷത്തോളം പ്രായം, 2 വയസ്സോളം പ്രായം, ഒട്ടകമാണെങ്കിൽ 5 വയസ്സോളം പ്രായം, സാധാരണ ആടാണെങ്കിൽ 1 വയസ്സ് പ്രായം. ഇങ്ങനെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ശരീഅത്ത് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വയസ്സുണ്ട്. അതിനെ നാം മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നാം വാങ്ങിയിരിക്കുന്ന ഉദ്ഹിയ്യത്ത് ആ രൂപത്തിലാണോ എന്ന് നാം പരിശോധിക്കുക. മൂന്നാമത്തെ കാര്യം, ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ന്യൂനതകളുള്ള മൃഗങ്ങളെ ഉദ്ഹിയ്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ന്യൂനതകളുള്ള മൃഗങ്ങളെ ഉദ്ഹിയ്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജ്സിഉൽ അർജാഉൽ ബയ്യിനു അർജുഹാ വലൽ മരീദത്തുൽ ബയ്യിനു മറദുഹാ വലൽ ഔറാഉൽ ബയ്യിനു അവറുഹാ വലൽ അജ്ഫാഉ അല്ലതി ലാ തുൻഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു, വ്യക്തമായ ന്യൂനതകളുള്ള ഉദ്ഹിയ്യത്തിന് ഒരിക്കലും അത് മതിയാവുകയില്ല. വലിയ ന്യൂനതകളാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു മൃഗത്തിന്, ഒരു പോത്തിന് അതിന്റെ കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെയുള്ളതിനെ ഉദ്ഹിയ്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള വലിയ വലിയ രോഗങ്ങൾ വന്നിരിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ, അതിന്റെ ഇറച്ചിക്ക്, അതിന്റെ മാംസത്തിനെ ബാധിക്കുന്ന രൂപമാണെങ്കിൽ അതിനെ ഉദ്ഹിയ്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൊമ്പുള്ള മൃഗമാണെങ്കിൽ അതിന്റെ കൊമ്പ് പൂർണ്ണമായോ അല്ലെങ്കിൽ പകുതിയിലധികമോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉദ്ഹിയ്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ന്യൂനതകൾ ഉദ്ഹിയ്യത്തിനെ വാങ്ങിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിൽ ഏറ്റവും നല്ലത്, നല്ല കാണാൻ ഭംഗിയുള്ള, നല്ല ഇറച്ചിയുള്ള ഒരു മാടിനെ നാം വാങ്ങിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുത്ത ആടിന്റെ വിശേഷണം ഹദീസിൽ കാണാം, കബിശൈനി അംലഹൈനി അഖറനൈൻ. 2 കൊമ്പുകളുള്ള, നല്ല വെളുപ്പവും വെള്ള നിറവും കറുപ്പ് നിറവും കൂടിക്കലർന്ന നിറമുള്ള ആടിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്തിനായി ഉപയോഗിച്ചത്. അതുകൊണ്ട് നല്ല മാടിനെ നാം തെരഞ്ഞെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിന്റെ സമയം പെരുന്നാൾ നിസ്കാര ശേഷമാണ് ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദബഹ ഖബ്ല അൻ യുസല്ലി ഫലൈസത് ബിഉദ്ഹിയ്യ. നിസ്കാരത്തിന് മുമ്പ് അറുക്കപ്പെടുന്നത് ഉദ്ഹിയ്യത്തല്ല, നിസ്കാരത്തിന് ശേഷമാണ് ഉദ്ഹിയ്യത്തിന്റെ സമയം ആരംഭിക്കുക. അയ്യാമു തശ്രീഖിന്റെ ദിവസത്തിൽ, പെരുന്നാൾ കഴിഞ്ഞ് 13ാമത്തെ ദിവസം മഗ്രിബ് വരെയാണ് ഉദ്ഹിയ്യത്തിന്റെ സമയം. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞുകൊണ്ട് അറുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മനഃപൂർവ്വം ആരെങ്കിലും ബിസ്മി ഒഴിവാക്കിയാൽ ആ അറവ് മൃഗം ഭക്ഷിക്കാൻ ശരീഅത്ത് അനുവാദം നൽകുന്നില്ല. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അതിനെ ഒരു ഭാഗത്ത് ചരിച്ച് കിടത്തിക്കൊണ്ട് അറുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒട്ടകമാണെങ്കിൽ അതിനെ നിർത്തി തന്നെയാണ് അറുക്കേണ്ടത്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി നിയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെയാണ് അതിനെ അറുക്കൽ ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുത്തപ്പോൾ അവിടുന്ന് തന്നെയാണ് ഉദ്ഹിയ്യത്ത് സ്വന്തം കൈകൊണ്ട് അറുത്തത്, മറ്റൊരാളെ ഏൽപ്പിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് സ്വന്തം കൈകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയപ്പോൾ അവിടുന്ന് ഹദിയ സമർപ്പിച്ചപ്പോൾ
സാധാരണക്കാർ ഉദഹയ്യത്ത് അറുക്കുന്നത് പോലെ ഹാജിമാർ അവിടെ ഹദിയ സമർപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60-ലധികം മൃഗങ്ങളെ സ്വന്തം കൈകൊണ്ട് അറുത്തു. ബാക്കിയുള്ളതിനെ അറുക്കാൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു വ്യക്തി ഉദഹയ്യത്ത് നിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം അറുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അഥവാ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ ആരാണോ അറുക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കൂടിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി അതിനും ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതുപോലെ അസ്സുന്നത്തു അൻ യശ്ഹദ്, ഉദഹയ്യത്ത് അറുക്കുന്ന സ്ഥലത്ത് അവിടെ നിൽക്കാൻ ആ വ്യക്തി പരിശ്രമിക്കുക. ഇതൊക്കെ ഉദഹയ്യത്ത് അറുക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി ഉദഹയ്യത്ത് അറുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ദുൽഹിജ്ജ പ്രവേശിച്ചത് മുതൽ ആ വ്യക്തിയുടെ നഖം അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മുടികളൊന്നും ആ വ്യക്തി മുറിച്ചു കളയാൻ പാടില്ല. ഉദഹയ്യത്ത് അറുത്തതിന് ശേഷമാണ് മുറിച്ചു കളയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ ഇന്ന് ആ ഹദീസിനെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം ഒരിക്കലും ശരിയല്ല. കാരണം ഉമ്മു സലമയുടെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആരെങ്കിലും ഉദഹയ്യത്ത് അറുക്കാൻ വേണ്ടി നിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ നഖം, അവരുടെ മുടി തുടങ്ങിയവയൊന്നും ഉദഹയ്യത്ത് അറുക്കുന്നത് വരെ എടുത്തു കളയാൻ പാടില്ല. ഇനി ഒരു വ്യക്തി ഉദഹയ്യത്ത് അറുക്കുന്നു, അദ്ദേഹം ഉദഹയ്യത്ത് അറുക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയാണ് നഖം മുറിക്കാണ്ടിരിക്കേണ്ടത്, ആ വ്യക്തിയാണ് മുടിയെടുക്കാതിരിക്കേണ്ടത്. ആ വ്യക്തിയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നഖം മുറിക്കുന്നതോ അല്ലെങ്കിൽ അവർ മുടിയെടുക്കുന്നതോ തെറ്റില്ല. അതാണ് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ നൽകിയിരിക്കുന്ന ഫത്വ. അതുകൊണ്ട് ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കുക. ശരീഅത്തിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.